പിന്നെ ഒരു പാവപ്പെട്ട കൗൺസിലർ, ഒരു സാധാരണ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരാൾ, അദ്ദേഹം മരിച്ച് മണ്ണായി പോയി കേട്ടോ. എന്നാലും അദ്ദേഹം ജീവിച്ചിരുന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അച്ചോ ഇവിടെ ഒരുപാട് പേർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാലമുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെയാ ചില കാര്യങ്ങൾ. ഞാൻ ഇപ്പോഴും ശുശ്രൂഷകരുടെ മീറ്റിംഗ് പറയാണ്, ആ മനുഷ്യൻ പറഞ്ഞ പോലെയൊക്കെയാണ് നടക്കുന്നതെന്ന്. വാഗ്ദാന പേടകം ചുമക്കുന്നവർ പറയുന്നത് അതേപോലെ സംഭവിക്കും, അതേപോലെ സംഭവിക്കും. ഹല്ലേലൂയ. എനിക്കിതിനകത്ത് അത്ഭുതം തോന്നിയൊരു കാര്യം പറയാം. ജോഷുവ അവരോട് പറയുവാ, വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ നിങ്ങൾ അവരുടെ പുറകെ പോക്കോണമെന്ന്. ഓടണം, അവരുടെ പുറകെ പോകണം. അവര് നിനക്ക് വഴി കാണിച്ചു തരും. അവര് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാ നിനക്ക് വഴി കാണിച്ചു തരുന്നത്. ഒത്തിരി പേര് പ്രാർത്ഥിക്കുമ്പോൾ ഇനി എന്താ ഫാദർ ചെയ്യേണ്ടത്? അവർക്ക് ആ ബോധ്യമുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ദൈവം രക്ഷപ്പെടാനുള്ള വഴികളെ കാണിച്ചു തരും. ശ്രദ്ധിച്ചേ, നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ കേൾക്കുന്ന വചനം നിനക്ക് പ്രയോജനപ്പെടും. വചനം കേൾക്കുമ്പോൾ ഒരു ശബ്ദം മാത്രമല്ല അകത്തു വരുന്നത്, ദൈവം തന്നെയാണ് നിന്റെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ ഒരു പ്രത്യേകത, നീ പോകേണ്ട വഴി അത് നിനക്ക് കാണിച്ചു തരാൻ തുടങ്ങും, കാണിച്ചു തരാൻ തുടങ്ങും. അത് മതി നീ രക്ഷപ്പെടാൻ. ആ ഒരൊറ്റ അനുഗ്രഹം മതി. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്നെന്നെ കാണാൻ വന്ന ഒരു 40-ലധികം പേരെ ഞാൻ കണ്ടു കാണും. 4:30 തൊട്ട് 45-50 പേര് അടുത്ത് കണ്ടു കാണും. ഇന്ന് ഒത്തിരി പേര് എന്നോട് ഒന്ന് പറഞ്ഞ്, അച്ഛൻ ഇന്നലെ പറഞ്ഞ ആ വചനം കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി അങ്ങനെ പറഞ്ഞു? ഞാൻ വിചാരിച്ചു അത് നെഗറ്റീവായി പോയോന്ന്, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയോന്ന്. അപ്പം ഞാൻ ചോദിച്ചു, തെറ്റിപ്പോയോന്ന്? അല്ലച്ചോ, ഇതൊക്കെ ഞങ്ങൾ നേരത്തെ കേട്ടായിരുന്നെങ്കിൽ ഉപകാരമായനെ, ഞങ്ങൾക്കിത് ഭയങ്കര അനുഗ്രഹമായനെ. ഞാൻ നിങ്ങളോട് പറയാം, ഒന്നും കൂടെ പറയാം. ഇന്നലെ കേട്ടവർ വിഷമം വിചാരിക്കണ്ട, പ്രയോജനപ്പെടും. സത്യമായിട്ടും പറയുന്ന എനിക്കും ഇത് പ്രയോജനമാണ്. കണ്ണുകൊണ്ട് കാണുന്നത് എല്ലാം ഇഷ്ടപ്പെടരുത്. കണ്ണുകൊണ്ട് കണ്ടിഷ്ടപ്പെടുന്നത് തീരുമാനമായി ചാടിയെടുക്കരുത്. അത് പിന്നീട് കഴിക്കും. ശ്രേഷ്ഠമായത് ഉണ്ടാകില്ല. കണ്ണുകൊണ്ട് കാണുന്നതിനെ വേഗത്തിൽ ഇഷ്ടപ്പെട്ട് വേദനിക്കുന്നവർ ഒത്തിരി പേർ ഇതിനകത്തിരിപ്പുണ്ട്. കണ്ണുകൊണ്ട് കണ്ടപ്പോൾ ആ സ്ഥലം ഇഷ്ടപ്പെട്ടു, ആ വീടങ്ങ് ഇഷ്ടപ്പെട്ടു, ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു. പേടിപ്പിക്കാനല്ല ഇത് പറയുന്നത്, നിനക്കൊരനുഗ്രഹമാകാനാണ് ഇത് പ്രസംഗിക്കുന്നത്. ശ്രേഷ്ഠമായത് സംഭവിക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാമോ? ദൈവത്തിൻ്റെ ഇഷ്ടമേ ഇഷ്ടപ്പെടാവുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം ഇഷ്ടപ്പെടാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ ഇഷ്ടം നടക്കണേന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഇഷ്ടം എല്ലാം നടക്കണ്ട. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ, എല്ലാ വഴികളും തുറക്കണ്ട. ചില വഴികളെ ദൈവം നിനക്ക് മുമ്പിൽ അടയ്ക്കും. ചില വഴികൾ അടയ്ക്കുന്നതും നല്ലതിനാണ്. എല്ലാ വഴിയും തുറന്നാൽ ശരിയാവില്ല. നമ്മൾ വിചാരിക്കും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ, ആ വഴി ദൈവം അടച്ചതാ, അത് നല്ലതിനാണ്. ചില വഴികൾ തുറന്നത് നല്ലതിനാണ്, ചില വഴികൾ അടച്ചതും അതിനേക്കാൾ നല്ലതിനാണ്. ഞാൻ കണ്ണുകൊണ്ട് ഇഷ്ടപ്പെട്ട പലതും എനിക്ക് ഗുണമുണ്ടായിട്ടില്ല. ഞാൻ കണ്ണുകൊണ്ട് ഇഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്, ഞാൻ കണ്ണുകൊണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷെ പിന്നീട് അതെനിക്ക് കഴിച്ചു, അതെനിക്ക് ഗുണമല്ല ഉണ്ടായത്. പ്രാർത്ഥിച്ചേ, ദൈവത്തിന് ഇഷ്ടമുള്ളത് ഇഷ്ടമാകാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവത്തിന് ഇഷ്ടമായത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മളോട് ചീത്തയൊക്കെ പറയും, നമ്മളോട് പിണങ്ങും ചിലര്. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയും, ഇയാൾ ആരാ പറയാൻ? എന്നോട് മനുഷ്യർ പിണങ്ങിയിട്ടുണ്ട്, എന്നോട് മിണ്ടാതെ പിണങ്ങിപ്പോയവരുണ്ട്. ഇങ്ങോട്ട് വരണ്ടായിരുന്നു, ഇവിടെ വന്ന് പുള്ളിയുടെ അടുത്ത് പ്രാർത്ഥിക്കണ്ടായിരുന്നു പറഞ്ഞ് പോയവരുണ്ട്. എങ്ങനെ ഞാൻ അറിഞ്ഞത്? മാസങ്ങൾ എപ്പോഴൊക്കെയോ വർഷങ്ങൾ കഴിഞ്ഞ വീണ്ടും അവർ വന്ന്, അന്ന് ഫാദർ പറഞ്ഞ കാര്യം അതങ്ങ് കേട്ടാൽ മതിയായിരുന്നു, അത് അന്നേരം ഞങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പോയി. എൻ്റെ 2 കവിളിലും ഒരു മനുഷ്യൻ വളരെ ചേർത്ത് പിടിച്ചൊരു കാര്യം എൻ്റെ ചെവിയിൽ പറഞ്ഞു.
വളരെ കാര്യമായിട്ട് എൻ്റെ ചെവി വന്ന് പറയൂ. അദ്ദേഹം വളരെ ഒരാൾ വന്ന് പറയൂ, എൻ്റെ ചെവി വന്ന് നേരിട്ട് പറഞ്ഞു. അന്ന് അച്ഛൻ പറഞ്ഞില്ലായിരുന്നു ഒരു കാര്യം, അത് അതുപോലെ ചെയ്താൽ മതിയായിരുന്നു. ചില ഇഷ്ടങ്ങൾ നമ്മളെ തകർത്ത് കളയും. നിങ്ങൾ വിശ്വസിക്കുന്നോ? കണ്ണുകൊണ്ട് കണ്ടതെല്ലാം ഇഷ്ടപ്പെടല്, അതനുസരിച്ച് തീരുമാനം എടുക്കല്. നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഞാനത് പറയാം, ഒരു അനുഭവം പറയാം. ഒരു മനുഷ്യൻ അയാൾ വലിയൊരു സാമ്രാജ്യം, ഒരു ബിസിനസ് ഉയർത്തി, വലിയൊരു ബിസിനസ്സുകാരനൊക്കെ ആയി. അയാളുടെ വണ്ടി ഓടിക്കുന്നത് ഒരു ഡ്രൈവർ, ജോലി ചെയ്യുന്ന ഡ്രൈവർ. പക്ഷെ അയാൾക്ക് മകനേക്കാളും ഭാര്യയെക്കാളും ഇഷ്ടം, വിശ്വാസം ഡ്രൈവറെയാണ്. അപ്പോൾ ഭാര്യ പറയും, നിങ്ങൾക്ക് എപ്പോഴും ഡ്രൈവറോടല്ലേ എല്ലാം പറയുള്ളൂ, ഇവിടെ ആരും ഇല്ലല്ലോ, നിങ്ങൾക്ക് വെച്ച് വിളമ്പി തരാൻ മാത്രം ഞാനും, എല്ലാ കാര്യം നിങ്ങൾ ഡ്രൈവറോടെ പറയുള്ളൂ, ബാങ്കിലെ കാര്യം, ബിസിനസിൻ്റെ കാര്യം. അപ്പോൾ അയാൾ തിരിച്ചു പറയും, എടി നീ നോക്ക്, ഇത്രയും നല്ല ഒരു മനുഷ്യനെ നമുക്ക് കിട്ടിയതൊരു അനുഗ്രഹമല്ലേ, ഇത്രയും നല്ല വിശ്വാസമുള്ള വേറെ ആരാ ഉള്ളേ? അപ്പോൾ ഭാര്യ എപ്പോഴും പറയും, നിങ്ങൾ ആ മനുഷ്യനെ അത്രയും വിശ്വസിക്കേണ്ട കേട്ടോ. അപ്പോൾ അയാൾ പറയും, പോടി അവിടുന്ന്, നീ എന്നാ കണ്ടോണ്ടാ പറയുന്നത്? നമ്മുടെ മകനേക്കാൾ മിടുക്കനാണ് പോലും ഡ്രൈവർ. അയാൾക്ക് ഇഷ്ടം പോലെ വാഹനവും ബിസിനസ്സും എല്ലാം ഉണ്ടായിരുന്നത്. കോടാനുകോടി കടത്തിലെത്തി നിൽക്കേണ്ട ഒരു കേസിൽ കൊണ്ടുപോയി അയാളെയും അയാളുടെ കമ്പനിയെയും കൊണ്ടുപോയി ആ ഡ്രൈവർ തകർത്തു കളഞ്ഞു. അയാൾക്ക് ആ നാട് വിട്ടു പോകേണ്ടി വന്നു, ആ ഒരൊറ്റ ഡ്രൈവറെ വിശ്വസിച്ചത് കാരണം. മനുഷ്യന് മാത്രം മുഖം മൂടികളുണ്ട്, ഒന്നിലധികം മുഖം മൂടിയുള്ളവരാ പല മനുഷ്യരും. ഇന്ന് കാണുമ്പോൾ ഒരു മുഖം, നാളെ കഴിഞ്ഞ് കാണുമ്പോൾ വേറൊന്ന്, അടുത്ത വർഷം കാണുമ്പോൾ വേറൊന്ന്, രാത്രിയിലൊരു മുഖം, പകലൊരു മുഖം, പല സമയത്തും പല മുഖങ്ങൾ. നമുക്കിപ്പോൾ ഒരു ടെൻഷൻ, പുള്ളി ഇപ്പോൾ ആരാണാവോ, ഇത് വിശ്വസിക്കാൻ കൊടുത്താൽ എങ്ങനെ വിശ്വസിക്കും പുള്ളീനെ? എന്നാൽ പുള്ളിയുടെ കാട്ടായങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നും. പല മനുഷ്യർക്കും മുഖം മൂടിയുണ്ട്. നല്ല വെള്ള ചമയാൻ നന്നായിട്ടറിയാം ചിലർക്ക്. ചിലരെ കാണുമ്പോൾ ചിലർക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചാടിക്കേറിയൊന്നും ഇഷ്ടപ്പെടല് കേട്ടോ. ശ്രേഷ്ഠമായത് നിനക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരാളെയും ചാടിക്കേറി ഒരാളെ, എന്ത് വിവാഹമാകട്ടെ, സ്ഥലം വിൽപ്പനയാകട്ടെ, മേടിക്കുന്ന കാര്യമാകട്ടെ, കൊടുക്കുന്ന കാര്യമാകട്ടെ, വിശ്വസിക്കുന്ന കാര്യമാകട്ടെ, കണ്ണുകൊണ്ട് കണ്ടതിനെ ചാടി ഇഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. ശരിയാണോ? നിങ്ങളിത് വിശ്വസിക്കുന്നോ? ഒരു മനുഷ്യൻ ഒരാളുടെ കയ്യിൽ ഒരു വാഹനം കൊടുത്തുവിട്ട് ആ വാഹനം കണ്ടിന്യൂസ് ആയി അയാൾ ഉപയോഗിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് അയാളെ ഭയങ്കര വിശ്വാസമാ. ആ വാഹനം ഇവിടെ നിന്ന് കേരള സംസ്ഥാനം വിട്ട് വേറൊരു സംസ്ഥാനത്തെത്തിയപ്പോൾ അതിൻ്റെ എല്ലാ ടയറും ഊരി വിറ്റ് ആ ഡ്രൈവർ ആ വണ്ടി അവിടെ ഇട്ടിട്ട് പോയി. നിങ്ങളൊന്നും വിശ്വസിക്കത്തില്ല. ഇവിടെ ഒരാളുടെ പ്രിയപ്പെട്ട ഒരാളുടെ ഒരു വണ്ടി അയാൾ വിശ്വസിച്ച് കൊടുത്തു. അയാൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ടയർ മാറ്റുന്നു, ടയർ എല്ലാം സ്വന്തം പോലെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കേരളം വിട്ട് വേറൊരു സംസ്ഥാനത്ത് ലോഡ് കയറ്റാൻ പോയ വണ്ടി അയാൾ ഫോട്ടോ ഇട്ടിരിക്കുക വേറൊരാളുടെ ഫോണിൽ നിന്ന്. നിങ്ങളുടെ വണ്ടിയുടെ ജാക്കിയെ പൊക്കി വെച്ചിട്ടുണ്ട്, ഒറ്റ ടയറില്ല. ടയർ അയാൾ ആ നാട്ടിൽ വെച്ച് ഊരി വിറ്റിരിക്കുന്നു. ആ വാഹനം മുഴുവൻ കംപ്ലൈൻ്റ് ആയി, അത് വിൽക്കേണ്ടി വന്നു. അയാളുടെ ബിസിനസ്സും സാമ്രാജ്യവും അയാളുടെ സാമ്പത്തികവും ആരെയും പെട്ടെന്ന് കണ്ടു, കൊള്ളാമെന്ന് പറഞ്ഞു, ഇഷ്ടപ്പെടും. ഞാൻ ബൈബിളിലൂടെ അത് പരിചയപ്പെടുത്തി തരാം. ഇതിനകത്തും ഇരിപ്പുണ്ട് ചിലരെ അന്ധമായി ഇഷ്ടപ്പെട്ടോണ്ടായിരിക്കുന്നത്. അവരോട് പറയുമ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യവാ. പുള്ളി ആരാ എന്നെ ഉപദേശിക്കാനെന്നാണ് അവർ പറയുന്നത്. ഞാനും നിങ്ങളോട് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ചില ആൾക്കാരെ കണ്ടപ്പോൾ നമ്മൾ ഓർത്തു, ഇയാൾ നല്ല ശുശ്രൂഷകനാണ്, ഇവിടെ തന്നെ അയാളെ നിർത്താം എന്ന് ഞാൻ വിചാരിച്ച ചിലരൊക്കെ പിന്നീട് കൈപ്പയ്ക്ക പോലെയായി മാറി. അത് കയ്പായിരുന്നു, അത് ഗുണമില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി, കണ്ണുകൊണ്ട് കണ്ടതിനെ ഇഷ്ടപ്പെട്ട ഉടനെ തീരുമാനമെടുക്കരുത്. ഞാൻ ആ ബൈബിൾ വചനം പറയട്ടെ. 1 സാമുവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം സാമുവേലിനെ കുറിച്ച് എഴുതിയിരിക്കുവാണ്. ഞാൻ ആ വാക്യം വായിക്കാം. 1 സാമുവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 6 മുതലുള്ള വാക്യം. സാമുവേലിന്റെ ജീവിതവാ. സാമുവേലിനെ ദൈവം അയച്ചു, ജെസ്സയുടെ അടുത്തേക്ക് അയച്ചിട്ട് പറഞ്ഞു, ജെസ്സയ്ക്ക് കുറെ പിള്ളേരുണ്ട്,
അവനെ കുഴലിലെ തൈലമൊഴിച്ച് അഭിഷേകം ചെയ്യണം. ആരാന്ന് ദൈവം സാമുവേലിനോട് പറഞ്ഞിട്ടില്ല. സാമുവേൽ എന്നെ പോലെയോ നിങ്ങളെപ്പോലെയോ ഒരാളല്ല, ഒരു വലിയ പ്രവാചകനാണ്, ദൈവം തെരഞ്ഞെടുത്തവനാണ്. പുള്ളിക്ക് പോലും ചില സമയത്ത് തെറ്റുപറ്റാൻ തുടങ്ങിയപ്പോൾ ദൈവം ഇടപെട്ടു. വായിച്ചു കേൾക്കുകയാണ്. അവൻ വന്നപ്പോൾ സാമുവൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. ജസ്സയുടെ മക്കളിൽ ഒരാളാണ് ഏലിയാബ്. അപ്പൊ സാമുവേൽ എന്നത് പ്രവാചകനാണ്. ശ്രദ്ധിച്ചു കേൾക്കുന്നോ? ഏലിയാബ് അവിടെ വന്നപ്പോൾ പുള്ളിയുടെ കളറ് കണ്ടപ്പം ഏലിയായ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. കൊള്ളാവുന്നൊരു കളറുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള മുഖമാണല്ലോ ഏലിയാബിന്. എന്നാൽ കുഴലിലെ തൈലം എടുത്ത് പുള്ളിയുടെ തലയിലോട്ട് ഒഴിക്കാമെന്ന് സാമുവേൽ ചിന്തിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ചെയ്യരുത്. നിന്റെ കണ്ണുകൊണ്ട് ഇഷ്ടപ്പെട്ടത് അതല്ല, അത് തീരുമാനം എടുക്കില്ലെന്ന് പറഞ്ഞു. വായിച്ചേ. അവൻ വന്നപ്പോൾ സാമുവൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. ഏലിയാബിനെ നോക്കി. കർത്താവിന്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. അവന്റെ കണ്ണിന് തോന്നി കൊള്ളാന്ന്, പുള്ളി നല്ലതാന്ന് അങ്ങ് തോന്നി. ഏലിയാബ് താഴെ എഴുതിയിട്ടുണ്ട്. എന്നാൽ കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, അവന്റെ ആകാര വടിവോ ഉയരമോ നോക്കേണ്ട. നമ്മൾ നോക്കുന്നത് അതൊക്കെയാ. കളർ എങ്ങനെയുണ്ട്, വിദ്യാഭ്യാസം എങ്ങനെയുണ്ട്, വീട് എങ്ങനെയുണ്ട്, ആകാര ഭംഗി എങ്ങനെയുണ്ട്, ശരീരം എങ്ങനെയുണ്ട്, മുഖം എങ്ങനെയുണ്ട്. ദൈവം പറഞ്ഞു, നീ അത് നോക്കണ്ട. അതൊക്കെ നോക്കുമ്പോൾ പുള്ളി വലിയ സംഭവമാണ്. പുള്ളിയെ കാണുമ്പോൾ നല്ല കളറ്, നല്ല ഭംഗി, നല്ല ഒത്ത ശരീരം, കണ്ടാൽ ആരും ഇഷ്ടപ്പെടും. എന്നാൽ കുഴലിൽ തൈലം എടുത്ത് പുള്ളിനെ അഭിഷേകം ദൈവം പറഞ്ഞു, വേണ്ട. നോക്കൂ, സാമുവേൽ ദൈവത്തിന്റെ പ്രവാചകൻ തെറ്റായൊരു തീരുമാനമെടുക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം സാമുവേലിനെ തടഞ്ഞു. നിങ്ങളുടെ മക്കൾ തെറ്റായ തീരുമാനമെടുക്കുമ്പോൾ തടയാൻ പറ്റണമെങ്കിൽ ദൈവത്തിന്റെ കടാക്ഷം നിനക്ക് വേണം. ഇനി സാമുവേൽ ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിലോ? സാമുവേൽ അന്നേരം പുള്ളിയുടെ മുഖം കൊള്ളാം, തലമുടി കൊള്ളാം, ഭംഗി കൊള്ളാം, ആകാര ഭംഗി കൊള്ളാമെന്ന് തൈലമെടുത്ത് ഒഴിച്ചായിരുന്നെങ്കിൽ, തെറ്റായൊരു തീരുമാനം അവിടെ സ്പോട്ടിൽ എടുത്തായിരുന്നെങ്കിൽ ശ്രേഷ്ഠമായത് നഷ്ടപ്പെടുമായിരുന്നു. നിനക്ക് ഒരിക്കലും ശ്രേഷ്ഠമായത് നഷ്ടപ്പെടുത്തരുത്. ശ്രേഷ്ഠമായത് നഷ്ടപ്പെടുത്തി ദൈവം ഇഷ്ടപ്പെട്ടതേ ഞാൻ ഇഷ്ടപ്പെടാവൂ. ദൈവം എനിക്ക് വേണ്ടി കണ്ടത് എനിക്ക് മതി. ദൈവം ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാമുവേൽ പുള്ളിയെ കണ്ടപ്പോൾ ഓർത്തേ, കൊള്ളാം, പുള്ളിയാ നല്ല. നമുക്കും അങ്ങനെയാ. ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇത് നല്ലതാണ്, ഈ വ്യക്തി കൊള്ളാം, ഈ വ്യക്തി അടിപൊളിയാണ്, ഈ വ്യക്തിയെ കല്യാണം കഴിക്കണം, ഈ വ്യക്തിയുമായിട്ട് ജീവിക്കണം, ഈ രീതി മുന്നോട്ട് പോകണം. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ 1000 വട്ടം പശ്ചാത്തപിക്കോ, അന്നേ എന്നോട് എല്ലാവരും പറഞ്ഞതാ, അന്നേ എന്നോട് എല്ലാവരും പറഞ്ഞതാ, അന്നേ എന്നോട് എല്ലാവരും പറഞ്ഞതാ. അന്ന് പറഞ്ഞപ്പോൾ നിനക്ക് അവരോട് ദേഷ്യമായിരുന്നു, അന്ന് പറഞ്ഞപ്പോൾ നിനക്ക് അവരോട് വെറുപ്പായിരുന്നു. ഇവിടെ ഒരു കാര്യം, ആരാണ് ഈ സാമുവേൽ എന്നറിയാമോ? സാമുവേൽ ഒരു തീരുമാനമെടുത്തപ്പോൾ ദൈവം ഇത്രയും പെട്ടെന്ന് ഇടപെടാൻ കാരണം എന്നറിയാമോ? തൊട്ട് പുറകിലത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, സാമുവേൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടവനാണ്. ആ നാളുകളിൽ വിരളമായിട്ടേ ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടാകാറുണ്ടായിരുന്നുള്ളൂ. ആ ശബ്ദം കേട്ടവനാണ് സാമുവേൽ. ദൈവ ശബ്ദം കേൾക്കുന്നവൻ ഒരിക്കലും തെറ്റായ തീരുമാനമെടുത്ത് വീണു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. വിശ്വസിക്കുന്നു? തെറ്റായ ദൈവവചനമുള്ളവൻ തെറ്റായ തീരുമാനം എടുക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ചേ, നിങ്ങൾ മാതാപിതാക്കൾ ഒത്തിരി പേരുണ്ട്, യുവതി യുവാക്കളുണ്ട്. കണ്ണിന് പലതും ഇഷ്ടമായിട്ട് തോന്നും. നല്ലതായി, എന്നാ നല്ല വീടാ, എന്നാ നല്ല വീട്ടുകാരാ, എന്നാ നല്ല സൗകര്യങ്ങളാ, എന്ത് യോഗ്യനാണ്, എന്ത് യോഗ്യതയുള്ള ആളാണ്. നമ്മൾ പുറമെയുള്ള കുറെ കാര്യങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടത് പലതും നമുക്ക് കയ്പായിട്ട് മാറി. ഒരാൾ പറഞ്ഞു, ഞാൻ പള്ളിയുടെ മുമ്പിൽ വെച്ച് ഒരാളെ കണ്ടുവച്ചു. ഞാൻ ചെന്ന് ആ വ്യക്തിയോട് ചോദിച്ചു, എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമാണോ? ഞാനൊന്ന് വീട്ടിൽ ആലോചിക്കട്ടെ. വീട്ടുകാര്, പള്ളിയുടെ മുറ്റത്ത് നല്ല കണ്ടത്, അതുകൊണ്ട് കല്യാണം കഴിച്ചേക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. കുറച്ചു നാൾ പോലും അവർ ഒരുമിച്ച് ജീവിച്ചില്ല. അവർ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. പള്ളിയുടെ മുറ്റത്ത് കണ്ടതല്ലേ, കുഴപ്പമില്ല, കണ്ണിന് ഇഷ്ടമായിട്ട് അങ്ങ് തോന്നി. കണ്ണിന് ഇഷ്ടപ്പെട്ടത് ചാടി ഇഷ്ടപ്പെട്ട് തീരുമാനമെടുക്കല്ലേ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ദൈവം ഇഷ്ടപ്പെട്ടതാണോ?
ദൈവം എനിക്ക് വേണ്ടി കണ്ടതാണോ, ദൈവം എനിക്ക് തുറന്ന വഴിയാണോ, അതോ ഇത് യാദൃശ്ചികമായി എനിക്ക് തോന്നിയതാണോ? ദൈവത്തിൻ്റെ ഹിതമായത് ഇഷ്ടപ്പെട്ടാൽ ശ്രേഷ്ഠമായത് നിന്നിൽ ഉണ്ടാകാൻ തുടങ്ങും. പലർക്കും ശ്രേഷ്ഠമായ നന്മകൾ നഷ്ടപ്പെട്ടു പോയി. കാരണം അവർ എവിടെയൊക്കെയോ ചെന്ന് ചില ഇഷ്ടങ്ങളിൽപ്പെട്ട് അവരുടെ ജീവിതം തന്നെ തകർന്നു പോയി. നിങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഒരാൾക്ക് ഒരാളെ ഇഷ്ടമാണ്, ഒരു പെൺകുട്ടിക്ക് ഒരാളെ ഇഷ്ടമാണ്. ആ വ്യക്തിക്ക് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. പോലീസുകാർ വരെ പറഞ്ഞു ഈ വ്യക്തിക്ക് ഇന്ന പോലെ കേസുണ്ട്, ഒരു അപഖ്യാതിയോ ഒന്നുമല്ല. പക്ഷെ ആ വ്യക്തി തന്നെ കല്യാണം കഴിക്കണം. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അങ്ങനെ അവരിഷ്ടത്തിനനുസരിച്ച് കല്യാണം കഴിച്ചു. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കത്തില്ല. അവർ തീ കൊളുത്തി. ഭാഗ്യം കൊണ്ടൊരാൾ കണ്ടു, മുഴുവൻ പൊള്ളിപ്പോയി, ശരീരം പൊള്ളി. ഒരു വിഷമത്തിന്റെ സമയത്ത് ഒഴിച്ചു, കത്തിച്ചു. അന്നേരം ഓടി ചാക്കിട്ടും വെള്ളം ഒഴിച്ച് കൃത്യസമയത്ത്, എന്നാലും മൊത്തം പൊള്ളിപ്പോയി. ഇപ്പൊ ആളെ തിരിച്ചറിയത്ത പോലും ഇല്ല, സംസാരിക്കാൻ പറ്റും, നാവ് വരെ പൊള്ളിപ്പോയി മൊത്തം. നമ്മൾ കണ്ട ഒരു 90 വയസ്സുള്ള ഒരാളെ പോലെ തോന്നും. ഒരുപാട് പ്രായമുള്ള ഒരു അമ്മയായിട്ടേ തോന്നുള്ളൂ, വളരെ ചെറിയതാ. ആ വ്യക്തി പറഞ്ഞൊരു കാര്യമാ, എനിക്കങ്ങ് ആ ഇഷ്ടം ഒരു ഭ്രാന്തായി മാറി. സ്നേഹം ഒരിക്കലും ഭ്രാന്തല്ല, ഭ്രാന്ത് ഒരിക്കലും സ്നേഹവും അല്ല. ഇഷ്ടം ഒരിക്കലും ഭ്രാന്താകത്തില്ല, ഭ്രാന്ത് ഒരിക്കലും ഇഷ്ടവുമാകത്തില്ല. സത്യമാണത്. കണ്ണുകൊണ്ട് ഇഷ്ടപ്പെട്ടതിനെ നല്ലതാണെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതെന്നെക്കുറിച്ചുള്ള ദൈവഹിതമാണോ, ഇത് ഞാൻ എടുക്കേണ്ട തീരുമാനമാണോ, അതോ ഞാൻ ഇത് വേണ്ടെന്ന് വെക്കണമോ? ആ തീരുമാനം അനുസരിച്ചാണ് തീരുമാനം മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ ശ്രേഷ്ഠമായത് ഉണ്ടാകാൻ തുടങ്ങും. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, സാമുവേൽ ഈ മനുഷ്യനെ കണ്ടപ്പോ തൈലം എടുക്കാൻ വേണ്ടി കൈ പുറകോട്ട് കൊണ്ടുപോയതാ. തൈലം എടുത്ത് ഒഴിച്ചേക്കാന്നാ വേണ്ടി വിചാരിച്ചേ. അപ്പോഴാ ദൈവം പറഞ്ഞത്, വേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. അവസാനമാ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത്. ശ്രേഷ്ഠമായതുണ്ടായത് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിച്ചപ്പോഴാണ്. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ശ്രേഷ്ഠമായതുണ്ടാകാൻ തുടങ്ങും. ഒരു നിമിഷം ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദോഷമായത് സംഭവിക്കരുത്, ഞങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നത് സംഭവിക്കരുത്, ദോഷമുള്ളത് സംഭവിക്കരുത്, തിന്മയായത് സംഭവിക്കരുത്. ഞങ്ങളിൽ ശ്രേഷ്ഠമായത് സംഭവിക്കാൻ ഇടയാകണമേ. ശ്രേഷ്ഠമായത്, ശ്രേഷ്ഠമായത്. ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കേ. നമ്മൾ ചിലരൊക്കെ വീണുപോയതും തകർന്നു പോയതും പരാജയപ്പെട്ടു പോയതും ഇന്ന് വിഷമിക്കുന്നതും ഇന്ന് കരയുന്നതും ഇന്ന് നിലവിളിക്കുന്നതും ദൈവഹിതത്തിനനുസരിച്ചല്ലാത്ത ചില തീരുമാനങ്ങളിലാണ്. നമ്മൾ പറയും വീട് ഓക്കെയാണ്, കളർ ഓക്കെയാണ്, വിദ്യാഭ്യാസം ഓക്കെയാണ്. ദൈവം ഈ വിഷയത്തിനകത്ത് എന്താ തീരുമാനമെടുത്തെന്ന് പലരും ചിന്തിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഒന്ന് കണ്ണുകളെ അടച്ചേ. നിങ്ങളാരും തെറ്റായ തീരുമാനമെടുത്ത് തകർന്നു പോകാൻ ഇടയാകരുത്. തെറ്റായ തീരുമാനം വന്നാൽ ശ്രേഷ്ഠമായത് നിനക്ക് നഷ്ടപ്പെട്ടു പോകും. സാമുവേൽ ഇങ്ങനെ ചിന്തിച്ചായിരുന്നല്ലോ, പിന്നെ പുള്ളിയെ കാണാൻ കൊള്ളാം, പുള്ളിയുടെ ശരീരം കൊള്ളാം, ആരോഗ്യം കൊള്ളാം, പുള്ളി മിടുക്കനാ, പുള്ളി ഒരു അഭിഷിക്തനായിട്ട് അങ്ങ് വാഴിച്ചേക്കാം എന്ന് ചിന്തിച്ച് കുഴലിലെ തൈലമെടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് കമഴ്ത്തിയായിരുന്നെങ്കിൽ, അങ്ങ് ഒഴിച്ചായിരുന്നെങ്കിൽ ശ്രേഷ്ഠമായത് ഈ അധ്യായത്തിൽ സംഭവിക്കത്തില്ലായിരുന്നു. ഇവിടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളോട്, മാതാപിതാക്കളോട്, യുവതി യുവാക്കളോട്, കുഞ്ഞുങ്ങളോട് എല്ലാവരോടും പറയട്ടെ, ശ്രേഷ്ഠമായത് സംഭവിക്കാൻ പ്രാർത്ഥിച്ചേ. ശ്രേഷ്ഠമായത് കഴിക്കുന്നതല്ല, മധുരിക്കുന്നത്. ശ്രേഷ്ഠമായത്, ഗുണമായത് ദൈവം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ദൈവം വഴി തുറക്കുമ്പോൾ നിന്നെ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നത് ചെളി കൂടെയോ അഴുക്കിക്കൂടെയോ വെള്ളത്തിക്കൂടെയോ അല്ല, ഉറച്ച നിലത്തുകൂടെ. ഈ കടബാധ്യതയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് ഉറച്ച നിലത്തിലൂടെ. ഈ പ്രശ്നം, ഈ രോഗത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് ഉറച്ച നിലത്തിലൂടെ ആയിരിക്കും. ചെളിക്കൂടെയും വെള്ളത്തിക്കൂടെയും അഴുക്കിലൂടെയും നടത്തുന്ന ദൈവമല്ല എൻ്റെ ദൈവം. എല്ലാ കണ്ണുകളെയും അടച്ചേ. കണ്ണിനിഷ്ടമുള്ളതിനെ ചാടിക്കേറി ഇഷ്ടപ്പെട്ട പലരും തകർന്നു പോയില്ലേ? കണ്ണിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ
പല കാര്യങ്ങളും പാതി വഴിക്ക് അവസാനിച്ചു പോയത്. ഇന്ന് വഴക്കില്ലാത്തൊരു നിമിഷമില്ല. ഇന്ന് സന്തോഷത്തോടെ ഒന്ന് മിണ്ടാൻ പോലും ഈ മനുഷ്യന് പറ്റുന്നില്ല. ദൈവഹിതം അല്ലാത്തത് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവിടെ വേദനകളും നിരാശയും കടന്നു വരും. എല്ലാം ശ്രേഷ്ഠമായത് സംഭവിക്കാൻ പ്രാർത്ഥിച്ചേ. പോയതിനെ കുറിച്ചല്ല പറയുന്നേ. ഇനിയൊരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വന്നാൽ ഇങ്ങനെ വേണം തീരുമാനമെടുക്കാൻ. ഇനി ഒരു ചുവട് വെക്കുന്നുണ്ട്, ഇങ്ങനെ വേണം വെക്കാൻ. ഞാൻ പലരെ കുറിച്ചും ചിന്തിച്ചു കേട്ടോ. ഈ പുള്ളി കൊള്ളായിരിക്കും, ഈ പുള്ളി കൊള്ളായിരിക്കും, ഈ വ്യക്തി കൊള്ളാം, ഈ വ്യക്തി കൊള്ളാമെന്ന്, ഈ വ്യക്തി കൊള്ളാമെന്ന് ഞാൻ കണ്ണുകൊണ്ട് ചിന്തിച്ച് ഇഷ്ടപ്പെട്ടതൊക്കെയും കയ്പിന്റെ കയ്പായിട്ട് മാറി. എന്നാൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ അത് ശ്രേഷ്ഠമായത് കൊണ്ടുവരാൻ തുടങ്ങി, ശ്രേഷ്ഠമായത് ഉണ്ടാകാൻ തുടങ്ങി. ചുമ്മാ ഒരു പടുവാക്ക് വിളിച്ചു പറയുവല്ല, ചുമ്മാ വാ പൊളിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കുകയല്ല. പ്ലാൻ ചെയ്ത് ഒരുങ്ങി പറയുന്ന ഓരോ വാക്കുകളും ഹൃദയത്തിനകത്തൊരു അഭിഷേകമായി മാറുമെന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്കത് അറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാ കണ്ണുകളും അടച്ച് വേദനിക്കുന്ന മനുഷ്യരുണ്ട്, വേദന കടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അത് മറക്കും. കഷ്ടപ്പെട്ടാലും എന്നാ മെച്ചപ്പെട്ടോളും, മെച്ചപ്പെട്ടു വരും. പ്രാർത്ഥിച്ചേ. കണ്ണിന് ഇഷ്ടമുള്ള ഒന്നിനെ അല്ല. ഒരാളെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ ഒരു വീട് മേടിക്കാൻ പ്ലാൻ ചെയ്തു. ഒരു വീട്, ആ വീടിന് നല്ല പൈസയുണ്ട്. പക്ഷെ ഒരു 10-28 ലക്ഷം രൂപയ്ക്ക് ആ വീട് കിട്ടും. പക്ഷെ നോക്കിയവർ പറഞ്ഞു അതൊരു 50 ലക്ഷം രൂപയുടെ വീടുണ്ടെന്ന്. വീടൊക്കെ ഭയങ്കരമാണ്, പക്ഷെ അവർ 28 ലക്ഷം ചോദിക്കുന്നുള്ളൂ. ആ വീടിന് മേടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേർ അഭിപ്രായം പറഞ്ഞു, ആ വീടിന്റെ പണി ശരിയല്ല, ആ വീടിന്റെ അടിത്തറ പോക്കാണ്, അത് ഇടിഞ്ഞു വീഴും. അവരുടനെ ഓടി പ്രാർത്ഥിക്കാനായി തീരുമാനിച്ചു. കർത്താവേ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നാട്ടുകാർ പണിയുന്നത് അത് ശരിയായ പണിയല്ല, ആ വീടിന് മുഴുവൻ പൊട്ടാൻ അടിസ്ഥാനം ശരിയല്ല, അത് വിണ്ട് കീറി പോകും, അത് പൊളിഞ്ഞു പോകും, അതങ്ങനെയാണ്, ആ വീട്ടിലൊന്നും താമസിക്കാൻ കൊള്ളുന്ന വീടല്ല, അതുകൊണ്ടല്ലേ അത് ഒരു കൊടുക്കുന്നത്. അല്ലെങ്കിൽ 50 ലക്ഷം രൂപയോളം വില വരുന്നൊരു വീട് ആരെങ്കിലും 28 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുമോ? എന്തോ ദോഷമുണ്ട്. എല്ലാവരും പറഞ്ഞു പ്രശ്നമുണ്ടെന്ന്. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ച് ചുവട് വെച്ചപ്പോൾ ആ വീട് അവർക്കൊരു അനുഗ്രഹമായിട്ട് മാറി. നാട്ടുകാർ പറയും, അവര് പറയും, ഇവര് പറയും, അപ്പുറത്തോര് പറയും. ഇന്നുവരെ അഭിപ്രായം പറയാത്തവൻ അഭിപ്രായം കൊണ്ട് മൂടും നമ്മളെ. എന്തോ ഒരു അഭിപ്രായമാ. ഏറ്റവും വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ് അഭിപ്രായം. എവിടുന്നൊക്കെയാ അഭിപ്രായം കേട്ടല്ല കുഞ്ഞ് തീരുമാനം എടുക്കേണ്ടത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ചിലര് പറയും അയാൾ പ്രാർത്ഥനക്കാരനല്ലേ, ആ ചേച്ചി കൗൺസിലിങ്ങിന് പോകുന്നയാളാ, അതുകൊണ്ട് അങ്ങനെ നമുക്ക് എടുക്കാം. അങ്ങനെയല്ല തീരുമാനം എടുക്കേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ദൈവഹിത പ്രകാരം ഇഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അത് ശ്രേഷ്ഠമായത് നിന്നിൽ കൊണ്ടുവരത്തുള്ളൂ. ശ്രേഷ്ഠമായത് ഒന്ന് മനസ്സിൽ പറഞ്ഞ്, ശ്രേഷ്ഠമായത്. എല്ലാ കരങ്ങളും ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. സാമുവേലേ നമ്മളെ പോലെ ഒരാളല്ല, ഒരു വലിയ പ്രവാചകനാ. എന്നിട്ട് പോലും ഒരു തെറ്റായ തീരുമാനം അവിടെ വരേണ്ടതായിരുന്നു. കൃത്യസമയത്ത് ഇടപെട്ടു. പ്രാർത്ഥിച്ചേ. തെറ്റായ തീരുമാനം കൊണ്ട് ആരും തകരരുത്. തെറ്റായ തീരുമാനം കൊണ്ട് ആരുടെയും ജീവിതം കഴിക്കരുത്. തെറ്റായ തീരുമാനമെടുത്ത് ആരെയും അന്ധമായി വിശ്വസിക്കല്ല്. ആരെയും വിശ്വസിക്കല്ല്. ചില ആളുകൾക്ക് അയ്യോ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, എന്തോ ഒരു വിശ്വാസമാ. പല പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കല്ലേ. ഇപ്പോ അടി തെറ്റി, സകലതും നഷ്ടപ്പെടുത്തി, കേസിൽ കുടുക്കി. ഇപ്പൊ എങ്ങനെയാലും അത് വിറ്റ് തലേന്ന് പോയാൽ മതി എന്നാ പറയുന്നേ. എടാ, നിന്നോട് അന്നേരെ പറഞ്ഞതല്ലേ, നിന്നോട് ആകുന്നേ പറഞ്ഞതല്ലേ സുഹൃത്തെ. അപ്പൊ നീ പറഞ്ഞു ആനയാണ്, പുലിയാണ്, ചേനയാണ്, എന്തെല്ലാം കാര്യമാ പറഞ്ഞത്. ദൈവഹിതപ്രകാരമുള്ളത് ജീവിതത്തെ സംഭവിക്കാനൊന്ന് ആഗ്രഹിച്ച് ശ്രേഷ്ഠമായത് നിന്നെ തേടുന്നു. ശ്രേഷ്ഠമായത് നിന്റെ ഭവനത്തിൽ ഉണ്ടായി വരണം. ശ്രേഷ്ഠമായൊരു ഭാവി നിനക്ക് വരണം. രണ്ട് കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ദൈവഹിതപ്രകാരം സാമുവേൽ പ്രവർത്തിച്ചപ്പോൾ അവിടെ ശ്രേഷ്ഠ
ശ്രേഷ്ഠമായതുണ്ടായി, ശ്രേഷ്ഠമായതുണ്ടായി. തെറ്റായ തീരുമാനമെടുക്കാൻ ദൈവം സമ്മതിച്ചില്ല. കണ്ണിന് ഇഷ്ടപ്പെട്ടതല്ല തീരുമാനമെടുക്കേണ്ടത്. കണ്ണിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവമേ, ദൈവഹിതമാണോ, ദൈവഹിതമാണോ, ദൈവത്തിന്റെ ഇഷ്ടമാണോ, ദൈവത്തിന്റെ ഇഷ്ടമാണോ? അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ദൈവം തന്നെ കൈപിടിച്ച് നിന്നെ മുന്നോട്ട് നയിക്കും. അല്ലെങ്കിൽ ദൈവം തന്നെ അത് നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കളയാൻ തുടങ്ങും. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ശ്രേഷ്ഠമായത്, ശ്രേഷ്ഠമായത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ശ്രേഷ്ഠമായത് ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആ കരങ്ങളടിച്ചൊന്ന് ചേർന്ന് പാടാമോ? എല്ലാ കരങ്ങളും അടിച്ച് വിശ്വാസത്തോടെ പാടാം. ഉണങ്ങിയ നിലത്തൂടെ, ഉണങ്ങിയ നിലത്തൂടെ ദൈവം നിന്നെ നയിക്കും. വഴിയൊരുക്കുന്നവനാഴികളിൽ വലകൈയിൽ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കുന്നവനാഴികളിൽ വലകൈയിൽ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ മടങ്ങിടും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ സകലതും മടങ്ങിടും, വല്ലവൻ പുതുവഴി തുറന്നിടും. എനിക്കാ പറഞ്ഞു കരുതും, പിന്നെയോ അവൻ നല്ല ഓഹരി ശക്തിയോടെ കരുതും. അവൻ നല്ല ഓഹരി, പിന്നെയോ കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും. ശക്തമായി വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈയിൽ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലതും അടഞ്ഞിടും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ സകലതും അടഞ്ഞിടും, വല്ലവൻ പുതുവഴി തുറന്നിടും. എനിക്കായി ഞാൻ കരുതും, അവൻ നല്ല ഓഹരി. എനിക്കായി കരുതും, അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും. കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ താഴ്ത്തി. ഇത് മറന്നു പോകാതെ ഒന്ന് ഹൃദയത്തിൽ സൂക്ഷിച്ച്. എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരും. ഇല്ലെങ്കിൽ ഇത് എന്നോട് എന്തിനാ ദൈവമേ 2 പ്രാവശ്യം എന്നെ ഇത് കേൾപ്പിച്ചേ? എന്തോ ഒരു കാര്യം ദൈവത്തിന് നിന്നോട് പറയാനുണ്ട്. ചിലർ ചിന്തിക്കും ഇത് ഇന്നലെയും കേട്ടതാണ്, ഇന്നും. ചിലപ്പോൾ ഇത് 2 പ്രാവശ്യം എന്നെ ദൈവം കേൾപ്പിച്ചതാണെങ്കിലോ. ചിലതങ്ങനാ. ഇന്ന് എന്നെ കണ്ട ചിലര് പറഞ്ഞു അതാണ് എന്നെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന്. കണ്ണുകൊണ്ട് ഇഷ്ടപ്പെട്ടതനുസരിച്ച് അല്ല തീരുമാനമെടുക്കേണ്ടത്. പറയാൻ നമുക്ക് തോന്നുമ്പോൾ ആകാര ഭംഗി, തലയെടുപ്പ്, വീട്, വിദ്യാഭ്യാസം, കളറ്, ഇങ്ങനെ ഒരു സംഭവം ഇനി വരാൻ സാധ്യതയില്ല. ഇത് തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തോട് ആലോചിച്ചോ, ഇതെന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? സാമുവേൽ അങ്ങനെയാ. ആ മനുഷ്യനെ കണ്ടപ്പോൾ ഇവനാണ് അഭിഷിക്തനെന്ന് പുള്ളിക്ക് അങ്ങ് തോന്നി. കുഴലിലെ തൈലമെടുത്ത് അങ്ങ് ഒഴിച്ചാലോ എന്ന് ചിന്തിച്ചു. കൃത്യസമയത്ത് ദൈവം ഇടപെട്ട് പറഞ്ഞു, സാമുവേൽ, നോ, ചെയ്യരുത്. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. അവനല്ല നീ ഉദ്ദേശിച്ച് ഞാൻ കണ്ടയാൾ, അവനല്ല. അങ്ങനെയാണ് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത്. ദൈവഹിതം നടക്കുമ്പോൾ ശ്രേഷ്ഠമായതുണ്ടാകാൻ തുടങ്ങും. ശ്രേഷ്ഠമായത്, ശ്രേഷ്ഠമായത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നും. ചിലപ്പോ ഒരപ്പൻ തൻ്റെ മകളോട് പറഞ്ഞു, മോളെ, നീ അവനെ ഇഷ്ടപ്പെടണ്ട കേട്ടോ. അപ്പോൾ ആ മകൾ പറഞ്ഞു, എനിക്ക് അവനാണ് വലുത്.
എൻ്റെ മനസാക്ഷി അവനെ ഒഴിവാക്കാൻ പറയുന്നില്ല. അപ്പൻ പറഞ്ഞു, മോളെ, അവന് ഒരു ഭാര്യയും കൊച്ചും ഉള്ളതല്ലേ, എന്നിട്ടും ആ കൊച്ചിനെ എനിക്ക് നോക്കണമെന്ന്. അവള് പറഞ്ഞു, മകൾ അപ്പനോട് പറയുക, ആ കുഞ്ഞിനെ എനിക്ക് നോക്കണം, ഞാൻ അവന് വാക്ക് കൊടുത്തു പോയിന്ന്. ഇറങ്ങിപ്പോയി. കണ്ണിന് ഇഷ്ടം തോന്നിയ തീരുമാനമെടുത്ത് ഇറങ്ങിപ്പോയി. അത് വലിയ ഒരു ചതിയായിരുന്നു. ആ വാക്ക് ചതിയായിരുന്നു. നാട്ടിൽ നിന്ന് പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല. അത് വലിയ ചതിയായിരുന്നു. ചില മനുഷ്യർ നമ്മളെ ചതിക്കും. ശ്രദ്ധിക്കണം. മനുഷ്യർക്ക് മുഖംമൂടികളുണ്ട്. ദൈവമേ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു തീരുമാനവും എടുക്കാൻ ഇടയാകല്ലേ. അതോ ഈ പൊട്ട മനുഷ്യനായി ഞാൻ എന്തേലും ഒരു പൊട്ട തീരുമാനം എടുത്താൽ, ദൈവമേ, ആ യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. തെറ്റായ തീരുമാനമെടുത്ത് ശ്രേഷ്ഠമായതിനെ കളയല് കേട്ടോ. നല്ല അമേരിക്കൻ കമ്പനി ജോലി കിട്ടിയച്ച് കൂട്ടുകാരൻ്റെ വാക്ക് കേട്ട് ശ്രേഷ്ഠമായ ഒന്നിനെ കളഞ്ഞവൻ മണ്ടനല്ലാന്ന് പിന്നെ എന്നാ നിന്നെ വിളിക്കേണ്ടത്? ദൈവം തരിക അനുഗ്രഹങ്ങളെ കളയല്. വാഗ്ദാന പേടകം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച പുരോഹിതന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഉയർച്ചയ്ക്ക് തടഞ്ഞു വച്ച വഴികളെ ദൈവം മാറ്റാൻ തുടങ്ങി. ജോർദാനെ ദൈവം രണ്ടായി തിരിച്ചു, അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി ഒരുണങ്ങിയ സ്ഥലത്തൂടെ അവരെ നടത്തി. നിന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. ആ കല്യാണം എങ്ങനെ നടത്തും? കൊച്ചിന്റെ വിദ്യാഭ്യാസം എങ്ങനെ നടത്തും? ആ ഫീസ് എങ്ങനെ നടത്തും? പറഞ്ഞേ, ശ്രേഷ്ഠമായ വിധത്തിൽ നിന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. വീട് മുഴുവൻ നനയുന്നത് കൊണ്ട് പാത്രം വെച്ച വീടുകളുണ്ട്. ശ്രേഷ്ഠമായത് നിന്നെ തേടി വരും. അലഞ്ഞു നടന്നിട്ടും ഒന്നും ശരിയാകാഞ്ഞ മനസ്സ് മടുത്ത് പൊട്ടിത്തെറിക്കുന്നവരുണ്ട്. ശ്രേഷ്ഠമായത് നിനക്ക് വരും. വിശ്വസിക്കുന്നു. ഒരു ദിവസം താമസിച്ചാലും വേണ്ടില്ല, എനിക്ക് ശ്രേഷ്ഠമായത് മതി. എന്റെ കണ്ണിൽ തോന്നിയ ഇഷ്ടങ്ങളൊന്നും എനിക്ക് വേണ്ട. ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നടന്നാൽ മതി. പ്രാർത്ഥിക്കുന്നു. ഒന്നിരിക്കാമോ? ഇരിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഇത് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. സാമുവേൽ വലിയ പ്രവാചകനാ, എന്നിട്ട് പോലും കുഴലിലെ തൈലം എടുത്ത് അങ്ങ് ഒഴിച്ചാലോ എന്ന് തീരുമാനം എടുക്കുക. കൃത്യസമയത്ത് ഇടപെട്ടു. നോ, വേണ്ട, ചെയ്യല്ലേ. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. ശ്രേഷ്ഠമായ ദാവീദിന്റെ ശിരസിലാണ് അഭിഷേകം ഒഴിച്ചത്, തൈലം ഒഴിച്ചത്. ശ്രദ്ധിക്കണം. നമ്മൾ ചിന്തിക്കും അനുഗ്രഹം കിട്ടിയാൽ എല്ലാമായി, ഇനിയൊന്നും പ്രശ്നമില്ലെന്ന് ചിന്തിക്കുമ്പോൾ ഈ സാമുവേൽ തൈലം ഒഴിച്ചത് ആരുടെ ശിരസിലാണെന്നറിയോ? ദാവീദിന്റെ. ഈ ദാവീദിനെ കൊല്ലാൻ നോക്കി പലരും. ദാവീദിനെയോ ബൈബിൾ എഴുതിയിട്ട് 18-ാം അധ്യായം 1 സാമുവേൽ 18-ാം അധ്യായം 11-ാമത്തെ വാക്യം. ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തമെറിഞ്ഞു. ഈ ഒരു ഉപദ്രവം ചെയ്യാത്ത അഭിഷേകമുള്ളവനെ എന്തിനാ കുന്തമെറിഞ്ഞ് കൊല്ലുന്നത്? ആ പാവം പിടിച്ച മനുഷ്യനെ നീ എന്തിനാ കുന്തമെറിഞ്ഞ് കൊല്ലുന്നത്? അസൂയ കൊണ്ട് സാവൂൾ കുന്തമായിട്ട് നടക്കുക. അവൻ ഒരു ദിവസം ഭിത്തിയോട് ചേർന്നിരിക്കുമ്പോൾ അപ്പുറത്ത് ഉന്നം നോക്കിക്കൊണ്ട് സാവൂൾ നിൽക്കുവാണ്. അവൻ്റെ ചങ്ക് തുളച്ച് കൊന്നുവെറിഞ്ഞ് അവനെ ഭിത്തിയോട് ചേർത്ത് തറച്ച് കൊല്ലാൻ. അനുഗ്രഹമുള്ളതിനെ കൊല്ലാൻ നോക്കും പലരും. അനുഗ്രഹമുള്ളതിനെ കൊല്ലരുത്. കൊല്ലാൻ നോക്കി, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കണേ. ദാവീദ് 2 പ്രാവശ്യം ഒഴിഞ്ഞു മാറി. കുന്തമെറിഞ്ഞു കൊള്ളേണ്ടതായിരുന്നു. നിന്റെ മേൽ അനുഗ്രഹം ഉണ്ടെങ്കിലുണ്ടോ, ഒന്നും നിന്റെ മേത്ത് കൊള്ളത്തില്ല. മന്ത്രം ചെയ്യും, തന്ത്രം ചെയ്യും, കൂടോത്രം ചെയ്യും, ക്ഷുദ്രപ്രയോഗം ചെയ്യും, അവിടുന്ന് ചെയ്യും, ഇവിടുന്ന് ചെയ്യും, ഉത്തരദേശത്തുനിന്ന് ചെയ്യും, പലതും ചെയ്യും.
പക്ഷെ അത് നിനക്കൊരു ദോഷവും വരികയില്ല. ആമേൻ. എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെ, ദാവീദിനെ ചുമരോട് ചേർത്ത് കുന്തവെറിഞ്ഞ് കൊല്ലാൻ ഉന്നം നോക്കിയിരിക്കുക. നമ്മൾ പറയില്ലേ, ഞാൻ കുറച്ച് പ്രാർത്ഥിച്ചു, കുറച്ച് ആരാധിച്ചു. ഇല്ല, തകർക്കാൻ നോക്കുന്ന പലതും കുന്തവെറിയാൻ ഇങ്ങനെ നിൽപ്പുണ്ട്. കുന്തത്തിന്റെ രൂപത്തിൽ ഇന്ന് വാക്കുകളാണ്. വാക്കുകൾ കൊണ്ട്, എല്ലാ വചനങ്ങൾ കൊണ്ട് പലതിനെ എറിഞ്ഞു കൊല്ലും. പക്ഷെ ആരൊക്കെ എറിഞ്ഞാലും അഭിഷേകമുള്ള ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുവാണ്, അവൻ 2 പ്രാവശ്യം എറിഞ്ഞു, പക്ഷെ 2 പ്രാവശ്യവും ആ കുന്തം അവനെ തൊട്ടിട്ട് പോലുമില്ല. അവൻ പതുക്കെ അങ്ങ് മാറിക്കൊടുത്തു. ഒരു ഫിലിമിലൊക്കെ കാണുന്ന പോലെ വില്ലൻ കഥാപാത്രം നായകനെ കൊല്ലാൻ നോക്കുമ്പോൾ ആ നായകൻ ഒഴിഞ്ഞു മാറുന്ന പോലെ തോന്നും. ഇത് വായിക്കുമ്പോൾ സാവൂൾ കുന്തമെറിഞ്ഞപ്പം കൊള്ളേണ്ടതായിരുന്നു, പക്ഷെ കൊണ്ടില്ല. നിങ്ങളുടെ തകർച്ച ആഗ്രഹിച്ച് പലതും എറിയുന്നവരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ നിന്നെ അത് കൊള്ളത്തില്ല. നിന്റെ മേൽ അത് കാരണം നിന്റെ മേൽ കിടക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ നിന്റെ മേൽ വരുന്നത് ഒരു അഭിഷേകമാണ്. കൊള്ളേണ്ടത് പലതും മാറിപ്പോകും. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇത് അപകടമാ, ഒഴിഞ്ഞു മാറാനുള്ള ഒരു അനുഗ്രഹം നിനക്ക് ദൈവം അവിടെ നിന്ന് തരും. വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നേരെ വന്ന് കയറിയേനെ, അത് നേരെ വന്നത് നെഞ്ചത്തോട്ട് കയറിയേനെ. അത് ദൈവം അതിനെ തട്ടി മാറ്റി. അല്ലെ, അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ ദാവീദിന് കൃപ കിട്ടി. എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഇന്ന് 3-ാം വെള്ളിയാഴ്ചയാണ്. കേട്ട വചനങ്ങൾ മറക്കണ്ട. ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒക്കെ അത് പറ്റിപ്പിടിച്ചിരിക്കട്ടെ. ഒന്നാമത് കേട്ടത്, ദൈവം ഇസ്രായേൽക്കാരെ നയിച്ചത് ചെളി കൂടെയല്ല, വെള്ളത്തിൽ കൂടെയല്ല, അഴുക്കിലൂടെയല്ല. എതിലെ കൂടെയാ? ഉറച്ച ഭൂമി കൂടെ. അതെങ്ങനെ അവിടെ വന്നു? ഈ ചെളിയെല്ലാം ആര് വാരി കളഞ്ഞു? ഒരു കിണർ വറ്റിച്ചാൽ, കുളം വറ്റിച്ചാൽ അതിനടി മുഴുവൻ ചെളിയാണ്, അഴുക്കുണ്ട് അതിൻ്റെ അടിയിൽ. പക്ഷെ കടല്, ജോർദാൻ നദിയുടെ അടിയിൽ ആ അഴുക്കൊക്കെ എയിലെ പോയി? നീ പോകേണ്ട വഴിയിൽ ദൈവം ചില കരുതുകൾ നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾ കൊട്ടയ്ക്കകത്ത് ചെളി വാരിക്കളഞ്ഞപ്പോഴല്ല ഉണങ്ങി ഒരു നില ഉണ്ടായത്. അത് ദൈവം നിന്നെ കരുതിയതാണ്. ഇന്നും എനിക്ക് ജീവനോടെ പറയാൻ പറ്റിയ അനുഭവമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ, തെന്നി വീഴേണ്ട സ്ഥലങ്ങളിൽ ദൈവം ഉണങ്ങിയ സ്ഥലത്തൂടെ കൊണ്ടുപോയത്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി അമ്മമാർക്ക്, അപ്പച്ചന്മാർക്ക്, പിതാക്കന്മാർക്കൊക്കെ പറയാൻ പറ്റും, ദൈവം എന്നെ ചെളി കൂടി ഒന്നും അല്ല കൊണ്ടുപോയേ, എന്നെ അഴുക്കിലൂടെ ഒന്നും അല്ല കൊണ്ടുപോയേ, എന്നെ ദൈവം കൊണ്ടുപോയത് ഉറച്ച ഭൂമി കൂടെയാണ്. ഇവിടെ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ ജനം തെന്നി വീണു എന്ന് എഴുതിയിട്ടില്ല. നിങ്ങളുടെ മക്കൾ ജർമ്മനി പോകാൻ ആഗ്രഹിക്കുന്നു, ഫ്രാൻസിൽ പോകാൻ ആഗ്രഹിക്കുന്നു, കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്നു, UK പോകാൻ ആഗ്രഹിക്കുന്നു. പൈസ കൊടുത്താൽ പറ്റിക്കപ്പെടുവോ? ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വഴി തുറന്നതാണോ? നീ തെന്നി വീഴാതെ, ചില പ്രതിസന്ധിയൊക്കെ വന്നാലും ഇന്നത്തെ പ്രതിസന്ധി നാളെ നിനക്ക് നടന്നു പോകാനുള്ള വഴിയായിട്ടങ്ങ് മാറും. ഇന്നത്തെ പ്രതിസന്ധിയും ഇന്നത്തെ വെല്ലുവിളിയും ആ വെള്ളവും ആ സ്ഥലവും നിനക്ക് നടക്കാനുള്ള പാതയായി അതങ്ങ് മാറി 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 വരും. ഇന്നത്തെ പ്രതിസന്ധികൾ നിന്റെ ഉയർച്ചയ്ക്കുള്ള വഴികളായി മാറട്ടെ. ഇന്നത്തെ പരാജയം നിന്റെ ഉയർച്ചയ്ക്കുള്ള വഴിയായി മാറട്ടെ. ഇന്നത്തെ പ്രതിസന്ധികൾ നാളെ ശ്രേഷ്ഠമായ ഒന്നിനെ കയ്യിൽ കിട്ടാൻ ഭാഗ്യമുണ്ടാകട്ടെ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവം തൻ്റെ കയ്യിൽ നിന്നെടുത്ത് എൻ്റെ കയ്യിലേക്ക് തരുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടാകട്ടെ എന്ന്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം എടുത്ത്, ഇങ്ങനെ ഒരു കാര്യം എടുത്ത് ഇന്നാ നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു തരുന്ന പോലെ ആ കയ്യിൽ നിന്ന് ചിലത് സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ചിലതെന്ന് സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിച്ച് എൻ്റെ കൈ നീട്ടുന്ന ദിവസമാണ്. കൈ നീട്ടുകയാണ്. 2, കണ്ണുകൊണ്ട് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഏറ്റവും നല്ലതാണ്, പക്ഷെ ജീവിതത്തിന് അത് നല്ലതാകണമെന്നില്ല. മറക്കല്ല വാക്ക്. സാമുവേൽ പോലും ആകാരഭംഗിയും തടിയും ആളുടെ പൊക്കവും കളറും ഒക്കെ കണ്ടപ്പോൾ സാമുവേൽ പെട്ടെന്ന് തൈലമെടുത്ത് ഒഴിക്കാൻ നോക്കുക. അപ്പൊ ദൈവം പറയുക, കൃത്യം ചെയ്യല്ലേ സാമുവേൽ, ഈ വ്യക്തിയെ ഞാൻ തിരസ്കരിച്ചതാ, നീ പിന്നെന്തിനാ ചെയ്യുന്നത്? ദൈവഹിതം തെറ്റിപ്പോയാൽ ശ്രേഷ്ഠമായത് സംഭവിക്കില്ല. ഈ ആലയത്തിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്നില്ലേ? ഇത്രയും ദൂരെ നിന്ന് ആളുകൾ വന്നില്ലേ?
ദേശക്കാരും വിദൂരത്ത് നിന്നൊക്കെ ആളുകൾ വന്നില്ലേ? ശ്രേഷ്ഠമായൊരു ശുശ്രൂഷ ഇവിടെ ഉണ്ടാകാൻ കാരണം എന്താ? ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും, ഒരുപാട് പേര് കുന്തുവെറിഞ്ഞതും കൊല്ലാൻ നോക്കിയതും തകർക്കാൻ നോക്കിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കൊള്ളേണ്ടതൊന്നും കൊണ്ടിട്ടില്ല. അതുകൊണ്ട് ശ്രേഷ്ഠമായത് ദൈവം അവിടെ കൊണ്ടുവന്നത്. ശ്രേഷ്ഠമായതിനെ കൊണ്ടുവരുമ്പോഴാണ് അവിടെ ശ്രേഷ്ഠമായ നന്മകൾ ഉണ്ടാകത്തുള്ളൂ. സാമുവേൽ തെറ്റായ ഒരു തീരുമാനം എടുത്തായിരുന്നെങ്കിൽ ശ്രേഷ്ഠമായത് സംഭവിക്കത്തില്ലായിരുന്നു. തെറ്റായൊരു തീരുമാനമെടുത്ത ഒരു പെൺകുട്ടി ശരീരം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കത്തിച്ചു, തീയിട്ടു. പക്ഷെ അത് കണ്ടു നിന്ന ആളുകൾ വട്ടം കൂടി ബഹളം, അത് വേണ്ടതൊക്കെ ചെയ്തുകൊണ്ട്, എന്നാലും ശരീരം മുഴുവൻ പൊള്ളിപ്പോയി. ആളെ കണ്ടാൽ ഫോട്ടോയിൽ കാണുന്ന ആൾ നേരിട്ട് ഒരിക്കലും ഒരു സാമ്യമില്ലാത്ത വിധം മുഴുവൻ ചുക്കിച്ചുളിഞ്ഞുപോയി, നാവ് വരെ പൊള്ളി ഒട്ടിപ്പോയി. ഒറ്റ തീരുമാനമെടുത്തതാ. അപ്പനാകുന്നേ പറഞ്ഞൊരു മകളോട്, നീ അവനെ കല്യാണം കഴിക്കണ്ട, എൻ്റെ മനസാക്ഷി സമ്മതിക്കുകയല്ലെന്നാന്ന് പറഞ്ഞ്. എൻ്റെ മനസാക്ഷി എനിക്ക് അങ്ങനെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല, എനിക്കത് മതി. ആ ജീവിതം മുഴുവൻ തകർത്ത് നിലംപരിശാക്കി ഇട്ടതാ ഒറ്റ തീരുമാനമാണ്. കണ്ണുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടെന്ന് കാണുമ്പോൾ നല്ലതായിട്ട് തോന്നുന്നത് ജീവിതത്തിൽ ചിലപ്പോൾ നല്ലതാകണമെന്നില്ല. പെട്ടെന്ന് ഇഷ്ടപ്പെടരുത്. ദൈവത്തോട് 10 പ്രാവശ്യം ചോദിക്കുക. പ്രാർത്ഥനയുള്ള 10 മനുഷ്യരോട് ചോദിക്കുക. പ്രാർത്ഥനയുള്ള മനുഷ്യനോട് ചോദിക്കുക, എന്താ ചെയ്യണ്ടേ? എനിക്കിങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, എന്നാ ചെയ്യണ്ടേ? ആ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് പറയും ചിലത്, അത് നിനക്കൊരു വഴിയായി മാറും.